ഓം നമഃശിവായ. ഫെബ്രുവരി 15 ഞായറാഴ്ച, ശിവരാത്രി. വളരെയധികം പ്രാധാന്യമുള്ളതും വിശേഷപ്പെട്ടതുമാണ് ഈ തവണത്തെ ശിവരാത്രി. കാരണം വെള്ളിയാഴ്ച ഏകാദശി, ശനിയാഴ്ച പ്രദോഷം, ഞായറാഴ്ച ശിവരാത്രി, ഇങ്ങനെയാണ് ഈ തവണ വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട് ഈ തവണത്തെ ശിവരാത്രിക്ക്. 1000 ഏകാദശിക്ക് അര ശിവരാത്രി എന്നാണ് പറയുന്നത്. നല്ല ചിന്തകളോടുകൂടി മഹാദേവനെ സമീപിച്ചാൽ എന്ത് കാര്യവും മഹാദേവൻ നടത്തിത്തരുന്നതാണ്. ദുഷ്ടചിന്തയോടെയാണ് മഹാദേവനെ സമീപിക്കുന്നതെങ്കിൽ മഹാദേവൻ കോപിക്കുകയും ചെയ്യുന്നതാണ്. ശിവരാത്രി വ്രതം എടുക്കുകയാണെങ്കിൽ എല്ലാ പാപങ്ങളും നമുക്ക് മാറ്റിത്തരുന്നതാണ് മഹാദേവൻ. അത്രയും മഹത്വമുള്ളതാണ് ശിവരാത്രി. തലേ ദിവസം ഒരിക്കലെടുക്കുക. ഉപവാസം എടുക്കുന്നതാണ് ഉത്തമം. ഉപവാസമെടുത്താൽ രാത്രി ഉറക്കൊഴിക്കണം. ഭഗവാന് കാവലിരിക്കണം. കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ പോകേണ്ടതില്ല. ശിവരാത്രി ദിവസം ഓം നമഃശിവായ ജപിക്കുക. അരിഭക്ഷണം ഒഴിവാക്കി ലഘുഭക്ഷണം കഴിക്കുക. മനസ്സിൽ ദുഷ്ടചിന്തകൾ പാടില്ല. ദാനധർമ്മങ്ങൾക്ക് വിശേഷപ്പെട്ട ദിവസമാണ് ശിവരാത്രി. ശിവരാത്രി വ്രതമെടുത്താൽ എല്ലാ പാപങ്ങളും മാറിക്കിട്ടുന്നതാണ്. ശിവരാത്രിയിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ അതീവ പുണ്യമുള്ളതാണ്. രാവിലെ ദർശനം നടത്തിയാൽ ശരീരത്തിന് ആരോഗ്യവും മനസ്സിന് ബലവും കിട്ടുന്നതാണ്. വൈകുന്നേരമാണ് ദർശനം നടത്തുന്നതെങ്കിൽ സമ്പൽ സമൃദ്ധിയുണ്ടാകും, കഷ്ടനഷ്ടങ്ങൾ മാറിക്കിട്ടും, നന്മയുണ്ടാകും. രാത്രിയിലാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നതെങ്കിൽ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കുന്നതാണ്. ഈ വർഷത്തിൽ വളരെ പ്രാധാന്യമുള്ള ഈ ശിവരാത്രി എടുക്കാൻ പറ്റുന്നവർ ഉപവാസം എടുക്കേണ്ടതാണ്. അതാണ് ഏറ്റവും നല്ലത്. എടുക്കാൻ പറ്റാത്തവർ ലഘുഭക്ഷണം കഴിച്ച് ഓം നമഃശിവായ നന്നായി ജപിക്കുക. മഹാദേവന് വേണ്ടി ഉറക്കമൊഴിക്കുക. നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം വെടിഞ്ഞ് ഭഗവാനെ സ്മരിക്കുക. ശിവരാത്രി ദിവസം ശിവക്ഷേത്ര ദർശനം മഹാപുണ്യമാണ്. മഹാദേവൻ്റെ കാരുണ്യം കിട്ടാൻ ലോകനന്മയ്ക്കായി നമ്മൾക്ക് ഒന്നിച്ച് മഹാദേവനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. കൂടാതെ സന്താന സൗഭാഗ്യം, ഐശ്വര്യം എന്നിവ ഈ ശിവരാത്രി വ്രതം വേണ്ട പോലെ അനുഷ്ഠിച്ചാൽ നമുക്ക് ഉണ്ടാകുന്നതാണ്. എല്ലാതര സാമ്പത്തിക ബാധ്യതകളെല്ലാം മാറിക്കിട്ടി വളരെയധികം ഐശ്വര്യം കിട്ടുന്ന ഒരു ദിവസമാണ് ശിവരാത്രി ദിവസം. അതുകൊണ്ട് തന്നെ കഴിയുന്നത്ര ശിവരാത്രി ദിവസം നാമം ജപിക്കുക. പഞ്ചാക്ഷരി മന്ത്രം കഴിയുന്നത്ര ജപിക്കുക. അതിന് ഒരു കണക്കില്ല, പറ്റുന്നത്ര ജപിക്കുക. നമ്മൾക്കതിൻ്റെ പുണ്യം വളരെയധികമാണ്. അത് കിട്ടുക തന്നെ ചെയ്യും. എല്ലാവരും നമഃശിവായ ജപിക്കുക. ഓം നമഃശിവായ.